അയ്യോ എവിടെ കിടപ്പാ എടാ നീയാ ജോയ്മോനെ നീ റോട്ടിൽ കൊണ്ടുള്ള വണ്ടി വെക്കണേ വേട്ടാളിയാ. പണ്ടത്തെ ചൊരുക്ക് തീർക്കാൻ വേണ്ടി വന്നതാ. ആടാ എനിക്ക് അതല്ലേ പണി. നീ നീ പോടാ അവിടുന്ന്. ഞാൻ വേറൊരുത്തിനെ തല്ലിട്ട് വരാം. ചവിട്ടും അല്ലെ വണ്ടിക്ക് എന്താ പറ്റി നോക്കടാ. മോന്തക്കറ പൊട്ടിക്കണായിരുന്നു. സ്റ്റാൻഡ് അല്ല പറ്റിയ നോക്കിയേ. അറിയാ എടാ ഇൻഡിക്കേറ്റർ കൂട്ടി അവന്റെ പാലം അടിച്ച് പൊളിക്കണ്ടായിരുന്നു. നീ കേറ് അവന്റെ വീട്ടിൽ പോയി ചോദിക്കാം. ആരും ഇല്ലേ? പനി ഏതടാ ആരടാ? ഓ ഞാൻ ആരാണെന്ന് അറിയാതെ ആണോടാ പാറമട വീട്ടിന്റെ വാതൊക്കെ വന്നിട്ട് ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കാൻ. നീ ആരടാ? അതാണ് എന്റെ സ്റ്റൈലാ. അതാണ് എന്റെ സ്റ്റൈലാണെന്ന്. സ്റ്റൈലൊക്കെ നീയൊക്കെ നിന്റെ വീട്ടിൽ കൊണ്ട് കാണിച്ചാ മതി. ഇവിടെ ഇറക്കിയ പണി കിട്ടും. അയ്യോ ജോയ്മോൻ, ആരും ഇല്ലേന്ന് നീയൊക്കെ ചോദിച്ചു, ഞാൻ വന്നു. പറയടാ എന്താടാ നിന്റെ പ്രശ്നം? എന്താടാ പ്രശ്നം പറ. ജോയ്മോനെ നീയാ? ജോയ്മോനോ? നിന്റെ പേര് ജോയ്മോനാ? അയ്യോ നീ എന്താ ഇവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നെയാന്നോ? പോലീസുകാർ വന്നാലത്തെ സ്ഥിതി നിനക്ക് അറിയാവല്ലോ. പോലീസുകാരൊക്കെ നമ്മൾ കൊറേ കണ്ടേക്കണ അമ്മൂമ്മേ. ആരാടാ നിന്റെ അമ്മൂമ്മ? ഇറങ്ങി പോടാ അവിടുന്ന്. നിങ്ങളൊന്നും മിണ്ടായിരി, കാര്യം പറയട്ടെ. നീ ആറടത്താടാ മിണ്ടായിരിക്കാൻ എടാ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. കാര്യം പറയടാ. നീ വിട്. നീ കാര്യം പറ. കേസില്ല ഇവിടെ. യേശു എവിടെ? കേസില്ലേ ഇവിടെ? യേശു എവിടെ? എനിക്കറിയോ, നീ വിളിച്ചു നോക്കടാ. നീ വീട് എന്റെ പൊന്നു ജോയ്മോൻ ഒന്ന് വീട്. എന്റെ ലച്ചുമോള, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നാ. അവന്റെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ പറ. ജോയ്മോൻ പറ. എന്റെ പൊന്നു ലച്ചു, ഞാൻ റോട്ടിൽ നിന്ന് വർത്താനം പറയുന്നത് എന്റെ കൂട്ടുകാരനായിട്ട്. എന്തിനാടാ നീ റോട്ടിൽ നിന്ന് വർത്താനം പറയടേ? എന്റെ പൊന്നു സിദ്ധു, നീ ഒന്ന് മിണ്ടാതിരി. ജോയ്മോൻ പറ. എന്നിട്ട് ഞങ്ങൾ ബൈക്ക് എടുത്ത്. നീ എന്തിനാടാ ബൈക്ക് എടുത്തേ? ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എടാ എന്തിനാടാ പുറത്തേക്ക് പോയേ? ജോയ്മോനെ നീ പറ. ലച്ചുമോളെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. കേസ് വന്നു. കേശു എവിടെ? അത് തന്നെ അല്ലടാ നേരത്തെ പറഞ്ഞ. അവനെ വിളിച്ചു നോക്കി. പറ. ഞങ്ങൾ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ കേസ് വന്നു. ഞങ്ങളെ തട്ടി. ഞങ്ങൾ വീണു. എന്റെ ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ പൊട്ടി. സ്ക്രാച്ച് വന്നു. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം കൂടെ കിടന്ന് ഒച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നത്.